ാണ്. ഹലാലൻ തയ്യിബൻ എന്നതിൽ തയ്യിബിൻ്റെ അർത്ഥവും വിവക്ഷയുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. അറബി ഭാഷയിൽ താബശ്ശൈഉ യതീബു തയ്യിബൻ ഫഹുവ തയ്യിബുൻ എന്ന് പറയും. ഒരു വസ്തു ശുദ്ധിയും വൃത്തിയുമുള്ളത് ആകുന്നതിനെക്കുറിച്ച്. അൽ ഇസ്തിതാബത്ത് എന്നത് ഈ തയ്യിബിൽ നിന്ന് വ്യുൽപ്പന്നമാണ്. അൽ ഇസ്തിതാബ എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിൻജാഉ ബിൽ മാഇ അവിൽ അഹ്ജാർ, വെള്ളമോ കല്ലോ ഉപയോഗിച്ച് നജസ് വൃത്തിയാക്കുന്നതിനാണ് അല്ലെങ്കിൽ ശൗചം ചെയ്യുന്നതിനാണ് പറയുക. കാരണം നജസിനെ വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടോ തൻ്റെ ശരീരത്തിൽ നിന്ന് പോക്കി നീക്കി ശുദ്ധി വരുത്തലാണ് ഇസ്തിതാബത്ത്. ഹദീസിൽ ഒരു പ്രയോഗം കാണാം, ഇബ്ഗീനി ഹദീദത്തൻ അസ്തതീബു ബിഹ എന്ന്. എനിക്കൊരു ഹദീദത്ത്, ഇവിടെ ഉദ്ദേശം ബ്ലേഡാണ്, ബ്ലേഡ് തരൂ, ഞാനൊന്ന് ശരീരാവയവങ്ങളിലെ രോമങ്ങൾ നീക്കി ശുദ്ധി വരുത്തട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പറയുന്നത് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം ബന്ദിയായി പിടിക്കപ്പെടുകയും അങ്ങനെ ബനുൽ ഹാരിസ് ഇബ്നു ആമിർ ഇബ്നു നൗഫൽ ഇബ്നു അബ്ദു മനാഫിൻ്റെ അടുക്കൽ ബനു അൽ ഹാരിസ് കുടുംബത്തിൽ ബന്ദിയായി ഇരിക്കെ അൽ ഹാരിസ് ഇബ്നു ആമിർ എന്നവരുടെ മകളോട് പറഞ്ഞതാണിത്. ആ സ്ത്രീയുടെ വീട്ടിലായിരുന്നു ഖുബൈബ് ഇബ്നു അദി ബന്ദിയാക്കപ്പെട്ടിരുന്നത്. ബദറിൽ ഈ അൽ ഹാരിസ് ഇബ്നു ആമിർ ഇബ്നു നൗഫലിനെ ഖുബൈബ് ഇബ്നു അദി വധിച്ചിരുന്നു. ഖുബൈബ് ഖുറൈശികളാൽ ബന്ദിയാക്കപ്പെട്ടപ്പോൾ ഈ ഹാരിസ് ഇബ്നു ആമിറിൻ്റെ മക്കൾ ഖുറൈശികളിൽ നിന്ന് ഖുബൈബിനെ വാങ്ങി ഈ സ്ത്രീയുടെ വീട്ടിൽ ബന്ദിയാക്കപ്പെട്ട സമയമാണ് ഇത് പറയുന്നത്. അദ്ദേഹം വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തൻ്റെ ഗുഹ്യരോമങ്ങളും കക്ഷഭാഗത്തുള്ള രോമങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കാൻ ഈ സ്ത്രീയോട് ഒരു ബ്ലേഡ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ആ സ്ത്രീ നൽകി. അപ്പോഴാണ് ആ സ്ത്രീയുടെ ഒരു ചെറിയ കുട്ടി മുട്ടുകുത്തി ഖുബൈബിൻ്റെ അടുക്കലേക്ക് തൻ്റെ ഉമ്മ അറിയാത്ത, തൻ്റെ ഉമ്മ അശ്രദ്ധമായിരിക്കെ ചെല്ലുന്നത്. അവർ പെട്ടെന്നാണ് കാണുന്നത് കുട്ടി ഖുബൈബിൻ്റെ മടിയിലിരിക്കുന്നത്. താൻ കൊടുത്ത ബ്ലേഡ് കൊണ്ട് കുട്ടിയെ എന്തെങ്കിലും ഖുബൈബ് ചെയ്തേക്കുമോ എന്ന് ആ സ്ത്രീ പേടിക്കുകയുണ്ടായി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. പക്ഷേ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ സുരക്ഷിതമായി നൽകി. അതുകൊണ്ടാണ് ഈ സ്ത്രീ പിന്നീട് പറയുന്നത്, ഫവല്ലാഹി മാ റഅയ്തു ഹസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്, ഖുബൈബിനേക്കാൾ ഉത്തമനായ ഒരു ബന്ദിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ. ഏതായാലും അവിടെ വിഷയം, ബന്ധനത്തിൽ കഴിയുന്ന ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു താൻ വധിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അൽ ഹാരിസ് ഇബ്നു ആമിറിൻ്റെ മകളോട് പറഞ്ഞ ആ പ്രയോഗം, എനിക്കൊരു ബ്ലേഡ് തരൂ, ഞാനൊന്ന് അസ്തതീബു ബിഹ, വെടുപ്പാകട്ടെ, ശുദ്ധി വരുത്തട്ടെ, വൃത്തിയാകട്ടെ എന്ന് പ്രയോഗിച്ചത്. അതാണ് നമ്മുടെ വിഷയവും. തയ്യിബ് എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം കൊണ്ടുവന്നത്. അബുൽ ഖാസിം അൽ ഹുസൈൻ ബിൻ മുഹമ്മദ് അറാഖിബ് അൽ അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗരീബുൽ ഖുർആനിൽ ഒരു മഹൽ ഗ്രന്ഥം തയ്യിബിനെ കുറിച്ച് പറയുന്നത്, വ അസ്ലു തയ്യിബ് മാ തസ്തലിദ്ദുഹു അൽ ഹവാസ് വ മാ തസ്തലിദ്ദുഹു അൻ നഫ്സ്, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആസ്വാദ്യകരമായി രുചികരമായി കാണുന്നതും ഗണിക്കുന്നതും എന്തോ അതൊക്കെ തൊയ്യീബാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വ തആമു തയ്യിബു ഫിശ്ശറ, മതത്തിൽ തൊയ്യീബായ തആം എന്നാൽ, തൊയ്യീബായ ഭക്ഷണം എന്നാൽ മകാന മുതനാവിലൻ മിൻ ഹൈസു മാ യജൂസ്, അനുവദനീയമായ നിലക്ക് കൈക്കൊള്ളുന്നതാണ്. വ ബിഖദ്രി മാ യജൂസ്, അനുവദനീയമായ അളവിൽ. വ മിനൽ മകാനി അല്ലദീ യജൂസ്, അനുവദനീയമായ സ്ഥലത്ത് നിന്ന്. അപ്പം മിൻ ഹൈസു മാ യജൂസ്, ബിഖദ്രി മാ യജൂസ്, അൽ മകാനി അല്ലദീ യജൂസ്, അനുവദനീയമായ നിലക്ക്, അനുവദനീയമായ അളവിൽ, അനുവദനീയമായ ഇടത്ത് നിന്ന് കൊള്ളുന്നതെന്തോ എടുക്കുന്നതെന്തോ അതാണ് ശറഇൽ അത്തയ്യിബ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫഇന്നഹു മതാ കാന കദാലിക് കാന തയ്യിബൻ ആജിലൻ വ ആജിലൻ ലാ യസ്തൗഖിം, എപ്പോഴാണോ ഒരു ഭക്ഷണം ഇതുപോലെയാകുന്നത് അപ്പോഴാണ് ആ ഭക്ഷണം തയ്യിബൻ ആജിലൻ വ ആജിലൻ, ആജിലിലും ആജിലിലും തയ്യിബാകുന്നത്, ശുദ്ധവും വെടുപ്പും ഉള്ളതാകുന്നത്. ലാ യസ്തൗഖിം, അതൊരിക്കലും മ്ലേച്ഛമായി ഗണിക്കപ്പെടുകയില്ല. ഇവിടെ ആജിലൻ തയ്യിബ് എന്ന് പറഞ്ഞാൽ ഇഹത്തിൽ ഇവിടെ ഇപ്പോൾ തൊയ്യീബായത്, ആജിലൻ എന്ന് പറഞ്ഞാൽ അവിടെ അന്ത്യനാളിൽ അപ്പോൾ തൊയ്യീബായത് എന്നാണ്. വ ഇല്ല ഫഇന്നഹു വ ഇൻ കാന തയ്യിബൻ ആജിലൻ ലം യതുബ് ആജിലൻ, ഇപ്പറയപ്പെട്ട രീതിയിലല്ലെങ്കിൽ, അനുവദനീയമായ നിലക്ക്, അനുവദനീയമായ അളവിൽ, അനുവദനീയമായ ഇടത്തു നിന്നല്ല എങ്കിൽ അത് ഇഹത്തിൽ ഇവിടെ തൊയ്യീബാണെങ്കിലും അവിടെ പരത്തിൽ അത് തൊയ്യീബാവുകയില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഈ നിലക്കാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ആയത്ത്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ. എന്നിട്ട് അദ്ദേഹം ഇതുപോലത്തെ കൽപ്പനയുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുള്ളത് കൊടുക്കുന്നുണ്ട്. കുലൂ മിനത് തയ്യിബാത്ത് വഅമലൂ സാലിഹ, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ
ലാ തുഹർരിമു ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വത്വയ്യിബാതി മിനർ റിസ്ഖ് അൽയൗമ ഉഹില്ല ലക്കുമുത് ത്വയ്യിബാത് വറസഖകും മിനത് ത്വയ്യിബാത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബിനെ കുറിച്ചും ത്വയ്യിബാത്തിനെ കുറിച്ചും, അത് ഭക്ഷ്യവിഭവങ്ങളായിട്ടുള്ള ത്വയ്യിബാത്ത്, അതൊക്കെ ഇതേ ആശയത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ത്വയ്യിബ് ശറഇൽ എന്താണ്? മകാന മുതനാവിലൻ മിൻ ഹൈസു മാ യജൂസ് വബിഖദ്രി മാ യജൂസ് വമിനൽ മകാനിൽ ലദി യജൂസ്. അനുവദനീയമായ നിലക്ക്, അനുവദനീയമായ അളവിൽ, അനുവദനീയമായ ഇടത്ത് നിന്ന് കൊണ്ടതെന്തോ, അപ്പോൾ അത് ഇപ്പോഴും അപ്പോഴും ത്വയ്യിബായിരിക്കും എന്നാണ്. ഇവിടെ